വെൽക്കം ടു another വീഡിയോ. ഇന്ന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ, നമ്മൾ ഗ്ലോബൽ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ ഉത്സവം പള്ളിപ്പെരുന്നാളൊക്കെ ആവാൻ വേണ്ടി നമ്മളിങ്ങനെ വർഷത്തിൽ വെയിറ്റ് ചെയ്യില്ലേ, അതുപോലെയാണ് എനിക്ക് ഗ്ലോബൽ വില്ലേജ്. നമ്മളിപ്പോൾ ഇന്ന് ഗ്ലോബൽ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരുപാട് വട്ടം UAE വന്നിട്ട് പിന്നെ എല്ലാ വർഷവും വരുന്നൊരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. ബട്ട് ഇന്ന് ഗ്ലോബൽ വില്ലേജ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. കാരണം ഇത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു സംസാരിക്കാം. അപ്പം മൊത്തത്തിൽ നമുക്ക് ഇന്ന് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ മെയിനായിട്ട് വിചാരിക്കുന്നത്, ഞാൻ നിങ്ങളെപ്പോൾ വന്നാലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ഗ്ലോബൽ വില്ലേജിൽ വരുമ്പോൾ അവിടെ പോയി പർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ട് അത് ടേസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് അത് നോക്കാം. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? നമ്മൾ പോയി മുടി വെച്ചാൽ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. എന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും, ചിലപ്പോൾ അറിയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരേപോലെയായിരുന്നു ചെയ്യൽ, കുറേ വർഷങ്ങളായിട്ട് ഒന്നൊന്നും മാറ്റിപ്പിടിച്ചതാണ്. അത് എന്തായാലും എനിക്കിഷ്ടമായി. ഇന്ന് ഞാൻ പോണിറ്റെയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സുജേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ്, എവിടെയാണ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഗ്ലോബൽ വില്ലേജ് കാണാം. നമ്മളിപ്പോൾ കണ്ടത് ആക്ച്വലി വൺ ഓഫ് ദ എൻട്രൻസ് ആണ്, മെയിൻ എൻട്രൻസ് അല്ല. മെയിൻ എൻട്രൻസ് കുറച്ചും കൂടെ അടിപൊളി സെറ്റപ്പ് ആയിട്ടാണ് അല്ലേ. അവിടെ പാർക്കിംഗ് ഫുള്ളായതുകൊണ്ടാണ് നമ്മളിപ്പോൾ സെക്കൻഡ് എൻട്രൻസിൽ വന്നത്. അതിനിടയ്ക്ക് നമ്മൾ ബാഗേജ് ചെക്കിൻ ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ബാഗേജ് ചെക്കിന് കഴിഞ്ഞ് ബാഗ് അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങളിങ്ങ് പോന്നു, വിയാനെയും കൂട്ടിയിട്ട് സ്ട്രോളറും തള്ളിയിട്ട്. അപ്പോൾ അത് രണ്ടാമത് തിരിച്ചെടുക്കാൻ ഓടിയതാണ്. എന്നിട്ട് പാവം അവരിവിടുന്ന് വിളിച്ചു കൂവി, അയ്യോ ചേട്ടാ ബാഗ് എടുത്തിട്ട് പോ ചേട്ടാ, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പോകുന്നതിന്. അപ്പം അതും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ജസ്റ്റ് ഇവിടെയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഹലോ, നമ്മളിതാ ഈ സാധനം ട്രൈ ചെയ്യാൻ പോവാണ്, ന്യൂട്ടെല്ല ക്രീം. ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. ഇത് നമ്മുടെ ടർക്കി പവലിയൻ്റെ ഓപ്പോസിറ്റ്. ഇത് ആക്ച്വലി ബനാന പൗഡറാണ്, അങ്ങനല്ലേ പറഞ്ഞത്? ഇതാന്ന് തോന്നുന്നു, ഇത് ഷുഗറാന്ന് തോന്നുന്നല്ലേ. ഇത് ന്യൂട്ടല്ലയാണ്. പിന്നെ ബനാന പൗഡറും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഷുഗർ അടിച്ചു കയറ്റിക്കോ. ടേസ്റ്റ് ഉണ്ട് ഒബ്വിയസ്ലി. പിന്നെ ഇതൊരു മൈദ ദോശ പോലെ ബനാനയാണ്, അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കാം. ആശ്വാസത്തിന് കഴിക്കാം, അത്രയല്ലോ. ആക്ച്വലി ഒന്നുമില്ല, കട്ട് മാംഗോ, അതിന് മേലെ മാംഗോ ഐസ്ക്രീം. പക്ഷേ രണ്ടും കൂടെ കഴിക്കുമ്പോൾ
നല്ല ഒരുപാട് കാലറീസ് ആണ് ഇന്ന്. ജിമ്മിൽ പോയി ചാവണം നെക്സ്റ്റ് വീക്ക് മുതൽ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ആക്ച്വലി ഐസ്ക്രീം കുറച്ച് ഫുള്ള് കാലിയായി. ആ ഐസ്ക്രീം കുറച്ച് മെൽറ്റായി വരുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുന്നത്. ഭയങ്കര എമ്മിയാണ്. ഒറിജിനൽ ഒരു മാംഗോ പൾപ്പ് കഴിക്കുന്ന ഫീലാണ്, ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഫീലൊന്നുമില്ല. വെരി എമ്മി. നല്ല ഒറിജിനൽ മാംഗോൻ്റെ സാധനം കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. എന്തായാലും ട്രൈ ചെയ്യണം. നമ്മളെപ്പോൾ വരുമ്പോഴും ട്രൈ ചെയ്യുന്നൊരു സാധനമാണിത്, സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് കപ്പ്. നമ്മളെപ്പോൾ UK പവലിയനിലാണ് ഇത് കഴിക്കാറ്. വെറൈറ്റി വേറെ സ്ട്രോബെറി ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഓക്കെ, സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രോബെറി ഇഷ്ടമുള്ളവർക്ക് ഒന്നും കൂടി ഇത് ഇഷ്ടമാവും. ചുരോസ് ബിസ്കോഫാണ് എടുത്തത്. കാരണം നമ്മളിപ്പോൾ കഴിച്ചതിൽ കുറേ വെറൈറ്റി ഉണ്ട്. പിസ്താഷ്യോ, ന്യൂട്ടല്ല, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. നമ്മളിപ്പോൾ കഴിച്ചതിൽ കുറേ എണ്ണത്തിലൊക്കെ ന്യൂട്ടൽ തന്നെയാണ്. ന്യൂട്ടൽ മടുത്തു. അപ്പോൾ നമുക്ക് ബിസ്കോഫ് ട്രൈ ചെയ്യാനാണ്. ലോട്ടസിൻ്റെ ബിസ്കോഫാണ്. വെറൈറ്റി നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ചൂടുണ്ട്. നല്ല ചൂടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ട് ചോക്ലേറ്റ്, രണ്ട് ടിപ്സ്. നമ്മുടെ ലിക്യുമൻ ചൂടുണ്ടല്ലേ? വായ പൊള്ളി. ഷുഗർ ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതിൽ ഫസ്റ്റ് കാണുന്നത് ജസ്റ്റ് ഷുഗർ സിറപ്പ് ഒഴിച്ചത്, മറ്റത് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. രണ്ട് ടൈപ്പാണ്. ഡെഫിനറ്റ്ലി ഭയങ്കര ടേസ്റ്റാണ്. ആദ്യം കഴിച്ചപ്പോൾ എൻ്റെ വായ പൊള്ളിപ്പോയി. കഴിച്ചു. നല്ല ചൂടാണ്. ചൂടോടെയാണ് അവർ പാക്ക് ചെയ്ത് തരുന്നത്. അപ്പം ഉണ്ടാക്കുകയാണ്. ഹലോ എവ്രിവൺ. അപ്പം ഇതാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം വന്നാലും ട്രൈ ചെയ്യുന്ന 5 ഷുഗറി ഐറ്റംസ്. ഇതെല്ലാം ഒറ്റയടിക്ക് ഒരു ദിവസം കഴിക്കുകയെന്ന് വെച്ചാൽ ഷുഗർ റഷ് അടിച്ചിട്ട് പണി കഴിയും. ഇപ്പം ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, സുജിയാൻ്റെ ബ്രദർ, വൈഫ്, കുട്ടികൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ ഐറ്റം വാങ്ങി ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കഴിക്കിയത്. കാരണം മൊത്തം ഫുൾ ഐറ്റമായിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുറേ മധുരം കഴിച്ചാൽ ഒരു വഴിയാവും. കാരണം ഒരുപാട് നടക്കും വേണം. പോലും നോക്കണ്ട, നടന്ന് വയ്യാണ്ടായി. പക്ഷെ എന്നാലും വരും. അതാണ് നമ്മളുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. മസ്റ്റായിട്ടും ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ വരുമ്പോൾ ട്രൈ ചെയ്യേണ്ട ഷുഗർ ഐറ്റംസ്, അതായത് മധുരമുള്ള ഐറ്റംസാണ് ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പം ട്രൈ ചെയ്താൽ ഡെഫിനറ്റ്ലി ഇഷ്ടമാവുന്ന ഐറ്റംസാണ്. അതിൽ ഫസ്റ്റ് വാങ്ങിയ ഐറ്റം മാത്രം നമ്മൾ ഇന്ന് ഫസ്റ്റായിരുന്നു ട്രൈ ചെയ്തിരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ വരുമ്പോൾ എപ്പോഴും കഴിക്കുന്ന സാധനമാണ്. ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. ഗ്ലോബൽ വില്ലേജിൽ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. കാരണം മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാവുന്ന ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. See you then. Take care. Bye from Global Village. Bye.